വളരെ വിശദമായി അധ്യക്ഷയും ഉദ്ഘാടകനും ഈ സമരത്തിന്റെ പ്രാധാന്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മലയാളി എവിടെയുണ്ടോ അവിടെ മുഴുവൻ കുപ്രസിദ്ധി ആർജിക്കുന്ന തരത്തിലാണ് കരുവന്നൂരിന്റെ 314 കോടിയുടെ കൊള്ള ഈ കരുവന്നൂര് ഇരിങ്ങാലക്കുടയിൽ നിന്നും അങ്ങ് മുകളിലേക്ക് ഉയർന്നു വന്നത്. അന്നും പ്രിയപ്പെട്ടവരെ, ഈ ബാങ്കിനകത്തിരിക്കുന്ന ജോലിക്കാരടക്കം ഈ ബാങ്കിനെ സ്ഥിരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന MP ജാക്സൺ എന്ന കോൺഗ്രസിന്റെ നേതാവടക്കമുള്ള ആളുകളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലൊരു ചെറിയ സമരം കൊണ്ട് ഞങ്ങൾ തുടങ്ങിയതാ പ്രിയപ്പെട്ടവരെ കരുവന്നൂരിൽ. അന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ചെറിയ ഒരു സമരം തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് ITU ബാങ്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ RBIയുടെ ഈ നിർദ്ദേശം വന്നത് പൊതുജനങ്ങളിലേക്ക് എത്തിയപ്പോൾ ബാങ്ക് തടിയൂരാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ബാങ്ക് അങ്ങ് അപ്ഗ്രേഡിംഗിന്റെ പാതയിലാണ്, ബാങ്ക് തിരിച്ചുവരവിന്റെ പാതയിലാണ്. എങ്ങോട്ടേക്കാ തിരിച്ചു പോയത്, എങ്ങോട്ടേക്കാ തിരിച്ചു വരുന്നത്? അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കരുവന്നൂരിൽ അന്നത്തെ അവിടുത്തെ നേതാക്കന്മാർ CPIയും CPMഉം ഒക്കെ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഇന്നും പൊതുജനങ്ങൾക്ക് മുൻപിലുണ്ട്. ബാങ്കിനൊന്നും പറ്റിയിട്ടില്ല, ബാങ്ക് തിരിച്ചു വരുന്നു, ബാങ്കിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർക്കുന്നു, ഒരാളുടെയും പണം പോകില്ല എന്ന് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം പറഞ്ഞു. MK കണ്ണൻ പറഞ്ഞു, ഇരിങ്ങാലക്കുടയിലെ നേതാക്കൾ പറഞ്ഞു, ഏരിയ സെക്രട്ടറി പറഞ്ഞു, ലോക്കൽ സെക്രട്ടറി പറഞ്ഞു, ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും വാറോലകൾ ഇറങ്ങി പത്രങ്ങൾക്ക്. നമ്മൾ എന്താ കണ്ടത്? ED അന്വേഷിച്ചു, അന്വേഷണം മുൻപോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലാദ്യമായി ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലയാളി കണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിയായിരിക്കുന്നു കരുവന്നൂരിൽ. എന്താ കാരണം? അവരുടെ കള്ള അക്കൗണ്ടുകൾ അവരിങ്ങനെ തട്ടിപ്പും മത്തങ്ങിയും ഒക്കെ കാണിച്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ ലോൺ പഠിപ്പിച്ച് വരവിനും ചെലവിനുമൊന്നും യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ലാതെ റിസർവ് ബാങ്കോ മറ്റ് ഒരു ഭരണകൂടത്തെയോ ഒരു വിലയുമില്ലാതെ സാധാരണക്കാരന്റെ പണം മോഷ്ടിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിയാ. ഞങ്ങൾക്കുറപ്പുണ്ട്, ഇന്ന് ഈ സമരം നടത്തുമ്പോൾ ഇതിന്റെ പോക്ക് കുറെ നാളുകളായി പൊതുപ്രവർത്തകരും സാധാരണക്കാരും സഹകാരികളുമെല്ലാം RBIയും എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കുറപ്പുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ട് എവിടെയാ? മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ട് എന്താ? മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ആ അക്കൗണ്ട് ഇവിടെയാണ്. ഇനി 1 രൂപ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോ, സാധാരണക്കാരന്റെ മുച്ചൂടും അക്കൗണ്ട് ഇവിടെയാണ്. 1918 ആരംഭിച്ച ബാങ്ക് നമുക്കറിയാം, അത് ITC ബാങ്കാക്കി. ITC ബാങ്കാക്കിയപ്പോൾ എന്തായി? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ, തലയ്ക്കകത്ത് താമസമില്ലാതെ ഇവിടുത്തെ ചെയർമാനും ഇവിടുത്തെ കൂട്ടാളികളും ആലിബാബയും, അത് 41 എന്ന് പറഞ്ഞാൽ ഒരു 100-100ലധികം കള്ളന്മാർ വരും, അത്ര വ്യത്യാസമേ ഉള്ളൂ. ആ കള്ളന്മാർ ITC ബാങ്കാക്കിയിട്ട് അങ്ങനെ കൽക്കട്ടയിൽ ഒരു കമ്പനി കേസ് കൊടുത്തു. എന്താ കാരണം? ITC എന്ന് പറഞ്ഞാൽ വേറെ കമ്പനി രജിസ്ട്രേഷൻ ഉണ്ട്, അത് പറ്റില്ല. 2-2.5 കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ പാവങ്ങളുടെ സാധാരണക്കാരന്റെ പണം. ഇവിടുത്തെ ചെയർമാനും ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭരണകർത്താക്കളും കൂടി സെറ്റിൽമെന്റ് ഉണ്ടാക്കി. അങ്ങനെ ITC മാറി, ITU ബാങ്കായി മാറി. ഇന്ന് ITUവിൽ ആരാ ജോലി ചെയ്യുന്നത്? ഏകദേശം ഒരു 25% ഇവിടുത്തെ ചെയർമാന്റെ കുടുംബക്കാരും ബന്ധുക്കളും സഹോദരങ്ങളും ചേട്ടന്മാരും, പിന്നെ കുറച്ച് വാലാട്ടികളും. ഇതാണ് 25%. ബാക്കി ഒരു 10-45% ആരാ? ജോലിക്കാര്, ഇവിടുത്തെ കാലുതിരുമലക്കാർ, കുഴമ്പ് വാങ്ങിക്കൊടുക്കുന്നവർ. അങ്ങനെ കയ്യും കാലും പിടിക്കുന്ന കോൺഗ്രസിന്റെ മുടിചൂടാമന്നനായി ഇരിങ്ങാലക്കുടയിൽ മേശയിൽ ഡെസ്കിൽ ഒന്നടിച്ചാൽ കോൺഗ്രസുകാരുടെ മൂത്രം പോകും. പ്രിയപ്പെട്ടവരെ, മൂത്രം പോകും. മുണ്ട് നനയാതെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസുകാരനും പോകാറില്ല. അങ്ങനത്തെ നേതാവ് ഭരിക്കുന്ന ബാങ്കാ ഈ ടൗൺ ബാങ്ക്, ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്. ആ ബാങ്കിന്റെ അവസ്ഥയിലേക്ക് ഇന്നിങ്ങനെ കൊണ്ടുചെന്ന് എത്തിച്ചുവെങ്കിൽ അത് യുഡിഎഫിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൽ നിന്നും ഒരൽപ്പം പോലും, ഒരടി പോലും പുറകോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി നഗരസഭ ഭരിച്ച, വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് സ്വജനപക്ഷപാതത്തിന്റെയും അവനവന്റെ ആളുകൾക്ക് ജോലി കൊടുക്കലിന്റെയും സകലതും കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസാണ്. ഈ ബാങ്കിന് മുകളിൽ ഒരു ഹാളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഹാൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? ഇവിടുത്തെ ചെയർമാനും
ഇവിടുത്തെ കോൺഗ്രസിന്റെ വാലാട്ടികളും അടങ്ങുന്ന കോൺഗ്രസുകാരന്റെ ഗ്രൂപ്പ് യോഗങ്ങൾക്കാണ് ഈ ബാങ്കിന്റെ ഹാൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരെ തിരുമ്പുന്നവർക്കും ഇവർക്ക് ചില സിൽബന്ദികൾക്ക് കല്യാണത്തിനുമൊക്കെ ആ ഹാള് കിട്ടും. അങ്ങനെ കോൺഗ്രസുകാരന്റെ കൂത്താട്ടമായ അവന്റെ പരിപാടികൾക്ക് പണം പമ്പ് ചെയ്യുന്ന, ഇടതുപക്ഷത്തിന് പണം പമ്പ് ചെയ്ത ആരാ? കരുവന്നൂർ ബാങ്ക്. കോൺഗ്രസിന്റെ പരിപാടികൾക്ക് പണം പമ്പ് ചെയ്യുന്നതാരാ? ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവും അതിന്റെ അനുയായികളും. ഈ രണ്ട് പാർട്ടികളും, പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പാർട്ടികളും ഇങ്ങനെ ഭരിച്ചു മുടിച്ച് സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ അവൻ ഉറുമ്പ് കൂട്ടിവെക്കുന്നത് പോലെ ഉള്ള പണം കൂട്ടിവെച്ചതിന്റെ ആ മടിക്കുത്തിൽ പിടിച്ച് ആ പണം പിടുങ്ങി അകത്തിടുമ്പോൾ ഒന്ന് ആലോചിക്കണം. RBI എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. എന്നും ഒരുപോലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ രണ്ട് പേരും ഭരിക്കുമ്പോഴും നമുക്കറിയാം, ഈ കേരളത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ രണ്ടാമതും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് മുന്നണികളുടെയും രണ്ട് സർക്കാരുകളുടെയും UDFന്റെയും LDFന്റെയും സഹകരണ വകുപ്പ് മന്ത്രിമാരുടെ മൂക്കിന് താഴെ, വാസവന്റെ മൂക്കിന് താഴെ, ഇരിങ്ങാലക്കുടയുടെ MLA ആയിട്ടുള്ള ബിന്ദുവിന്റെ മൂക്കിന് താഴെയാണ് ഈ ബാങ്കിന്റെ ചെയർമാനും കള്ളക്കൂട്ടങ്ങളും കോൺഗ്രസിന്റെ തെമ്മാടിക്കൂട്ടങ്ങളും ഇനിയും നിരവധി ആത്മഹത്യകൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 10 ജീവനുകളാണ് കരുവന്നൂർ വെളിപ്പാടകലെയുള്ള മുനിസിപ്പാലിറ്റിയിലെ കരുവന്നൂരിൽ 10 ജീവൻ പിടഞ്ഞു വീണപ്പോൾ കോൺഗ്രസുകാരൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്നും ഞങ്ങളിങ്ങനെ ഹൃദയത്തിൽ, ഞങ്ങളിങ്ങനെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് കോൺഗ്രസുകാരന്റെ രോദനം. കോൺഗ്രസിന്റെ DCCയുടെ വൈസ് പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ഞാനും MP ജാക്സനുമെല്ലാം ബാങ്കുകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസുകാർക്ക് ഓരോ ബാങ്കുകളുണ്ട്. ഞങ്ങളിങ്ങനെ പതിച്ച് കമ്മത്തമാക്കി കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് സമരം BJPക്കാർ നടത്തട്ടെ കരുവന്നൂരിൽ എന്നാണ് DCCയുടെ വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ, അതുപോലെയുള്ള ഈ ഇവിടുത്തെ ചെയർമാനായിട്ടുള്ള MP ജാക്സൺ അടക്കമുള്ളവര് ഒരുമിച്ചൊരു കറക്ക കമ്പനി ആയിക്കൊണ്ട് UDF എന്ന് പറയുന്ന നഗരസഭയിലും ബാങ്കിലുമൊക്കെ സൊസൈറ്റി, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആശുപത്രിയൊക്കെ ഇങ്ങനെ ഭരിച്ച് മുടിചൂടാൻ മന്നന്മാരായിട്ട് നിന്ന ഈ ആളുകൾ പറഞ്ഞതാ, കരുവന്നൂര് ഞങ്ങൾ തൊടില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കും ബാങ്കുകളുണ്ട്. സ്വന്തം തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതുപോലെ, സ്വന്തം അപ്പനപ്പുപ്പന്മാർ ഉണ്ടാക്കിയ സ്വത്ത് അനുഭവിക്കുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവര് ഈ ബാങ്കുകൾ കരുവന്നൂർ LDFും ഇവിടെ UDFും കൊണ്ടുപോകുന്നത്. ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിപക്ഷമില്ല. ഇവിടെ മന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇരിങ്ങാലക്കുടയുടെ MLA, കഴിഞ്ഞ MLA അരുണൻ മാസ്റ്റർ ഉണ്ട്. ഈ രണ്ട് പേരും ചെറുവിരലനക്കിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞു, ഇതൊരു സൂചനാ സമരമാണ്. കരുവന്നൂരിൽ ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള സമരം 200-ലധികം സമരങ്ങളിലേക്ക് നീണ്ടു. മാർച്ചുകളും പോലീസ് കേസുകളും നിരവധിയായിട്ടുള്ള ജലപീരങ്കികളും ഹൈക്കോടതിയിൽ കേസും ദേശീയ സഹകരണ മന്ത്രാലയം ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ പരാതിയും കരുവന്നൂരിൽ നിന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, അമിത്ഷാ എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിന്റെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി, അദ്ദേഹത്തിന്റെ ചാർജ് വഹിക്കുന്ന വകുപ്പ് ദേശീയ സഹകരണ വകുപ്പ്. അതുപോലെ തന്നെ ED വന്നു. ഇന്ന് പലരുണ്ട തിന്നുന്നു. നേരത്തെ ലോൺ കൊടുത്ത പല സഖാക്കന്മാരും, ഒപ്പിട്ട് കൊടുത്ത മിടുക്കന്മാരും, അങ്ങനെ സഖാക്കന്മാരും സഖാത്തികളും ഇന്ന് വൈകാതെ ചിലരെ കൊണ്ടതിന്നു, ചിലരുണ്ട തിന്നാൻ കാത്തിരിക്കുന്നു, ചില ഓഫീസുകളെ കടച്ചുപൂട്ടുന്നു, പാർട്ടിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇനിയും പലരും ED ഇങ്ങനെ മെല്ലയെ പോകൂ. നിങ്ങളുടെ കേരള പോലീസിന്റെ പോലെ പിടിച്ചുകൊണ്ടുപോയിട്ട് സഖാവ് വിളിച്ചാൽ അങ്ങനെ മൂത്രം പോയി വിടുന്ന അങ്ങനെ ഒരു സംവിധാനമല്ലടോ കേന്ദ്ര ഏജൻസികൾ. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഇരിങ്ങാലക്കുടയിലെ ജനങ്ങളുടെ, ഇരിങ്ങാലക്കുടയിലെ സഹകാരികളുടെ അവസാനത്തെ പണവും അവസാനത്തെ വ്യക്തിയെയും സംരക്ഷിതരാക്കുന്നതുവരെ, സുരക്ഷിതരാക്കുന്നതുവരെ ഒരു ശക്തിയെയും ഭയക്കാതെ, ഒരു മിടുക്കനെയും, ഒരിടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ദാമോദർദാസ് മോദിജി എന്ന ആ ആൺകുട്ടിയുടെ ലോക നേതാവിന്റെ അണികളായ ഞങ്ങൾ ഇവിടെ വച്ച് ശപഥം ചെയ്യുന്നു. ഈ ഇരിക്കുന്ന ചെയർമാനെയും അതിന് കൂട്ടുനിന്ന സകല കള്ളക്കൂട്ടന്മാരെയും സകല കോൺഗ്രസ് കുട്ടികളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും.
ഞങ്ങൾ ഇതിനെ സുതാര്യമാക്കും. ജനാധിപത്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ RBI നിർദ്ദേശിക്കുന്ന പുതിയ ദേശീയ സഹകരണ നിയമമുണ്ടാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അമിത്ഷാജി അത് അവതരിപ്പിച്ചു. ആ നിയമം ഒന്ന് വായിച്ച് പഠിക്കണം നിങ്ങൾ. കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും വാസവനും ആർ ബിന്ദുവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ നിയമത്തിന്റെ മുൻപേജെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണം. ഞങ്ങൾ ഈ കേരളത്തിൽ അഴിഞ്ഞാടുന്ന ഇടതിന്റെയും വലതിന്റെയും സഹകരണക്കൊള്ള പുറത്തു കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. വിശ്രമമില്ലാത്ത നാളുകൾ, ഉറക്കമില്ലാത്ത രാവുകൾ, ഇത് കാത്തിരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ കയ്യാമം വയ്ക്കും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടതിനും ഇവിടെ ജനകീയമായിട്ടുള്ള ഒരു സംവിധാനം ഇരിങ്ങാലക്കുടയിൽ ഉയർന്നു വരും. അതിന്റെ ശക്തിയായി, അതിന്റെ മുന്നണി പോരാളികളായി ഇടതനും വലതനും ഒരുമിച്ച് ഇങ്ങനെ കട്ടുനിന്ന് ഇങ്ങനെ ഇരിങ്ങാലക്കുടയെ മുടിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇരിങ്ങാലക്കുടയിൽ ജനകീയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി വിജയക്കൊടി പാറിച്ചുകൊണ്ട് നഗരസഭയിലടക്കം ഇവിടുത്തെ MLA സ്ഥാനത്തടക്കം ഭാരതീയ ജനതാ പാർട്ടി ഭാവിയിൽ വരും. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് 5 കൊല്ലം തരട്ടെ. ഈ നിയമസഭയിൽ 5 കൊല്ലം തരട്ടെ. നട്ടല്ലില്ലാത്ത വാസവൻ മന്ത്രിയുടെ അല്ലെങ്കിൽ നട്ടല്ലില്ലാത്ത ബിന്ദു മന്ത്രിയുടെ ഈ പണിയല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. മോദിജി കേന്ദ്രത്തിൽ ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അമിത്ഷാ കേന്ദ്രത്തിൽ ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ സകലതും പൊട്ടിക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, വികസിത ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇവിടെ പണം നിക്ഷേപിച്ച ഓരോ സഹകാരികൾക്കും വേണ്ടി ഒരു ആത്മഹത്യ പോലും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു പീഡനം പോലും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു വിവാഹം പോലും മുടങ്ങാതിരിക്കട്ടെ, ഒരു ചികിത്സ പോലും മുടങ്ങാതിരിക്കട്ടെ. കരുവന്നൂരിൽ ഇന്നും കണ്ണീരുണങ്ങാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരനുഭവം ഇരിങ്ങാലക്കുടയിലെ ഈ ടൗൺ ബാങ്ക് എന്ന് പറയുന്ന കെട്ടിപ്പൊക്കി മണിമാലികളിൽ നിന്ന് സ്ഥിരമായിട്ട് അധികാരം നുണഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളിക്കാരെ നിങ്ങൾ എഴുതി വെച്ചോ. ഇത് ഞങ്ങളാണ് പറയുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതിശക്തമായിട്ടുള്ള സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും, മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, ഏതൊറക്കത്തിലും വിശ്വസിക്കാവുന്ന ഒരു സമരക്കൂട്ടമായി, ഒരു ടീമായി ഭാരതീയ ജനതാ പാർട്ടി ഇരിങ്ങാലക്കുടയെ നയിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് അടിയന്തര സാഹചര്യത്തിൽ ഈ സമരം സംഘടിപ്പിച്ച എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.